Hi friends, welcome to Dr. APJ Nursing Academy. ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി ട്രിവാൻഡ്രത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കുവാണ്. സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ എക്സാംസിന്റെ പ്രീവിയസ് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോവുകയാണ്. ഇത് നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എയിംസ് പാട്ന 2020 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യനിലെ 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് PDF ആവശ്യമുള്ളവർ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്ക് കടക്കാം. നേരെ ഫസ്റ്റ് ഇതിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേയേഴ്സ് ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്? ഓപ്ഷൻ എ സോണ ഫസിക്കുലേറ്റ, ഓപ്ഷൻ ബി സോണ ഗ്ലോമർലെസ, ഓപ്ഷൻ 3 സോണ റെറ്റിക്കുലാരിസ്, ഓപ്ഷൻ 4 അഡ്രിനൽ മെഡുല്ല. അപ്പം ഇതിൽ ഏതാണ് വിച്ച് ഫോളോയിങ് ദ ലെയർ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സെക്രീറ്റ് ചെയ്യുന്ന ഏത് ലെയർ എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അവിടെ കറക്റ്റ് ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻസർ അല്ലെ, ഓപ്ഷൻ 1 സോണ ഫെസിക്കുലേറ്റ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് അഡ്രിനൽ ഗ്ലാൻഡ് ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു ഗ്ലാൻഡ് ആണ് കിഡ്നിയുടെ മുകളിൽ വരുന്നത്. അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, കോർട്ടെക്സ് എന്നും മെഡുല്ല എന്നും അല്ലെ. ഇനി ഈ കോർട്ടെക്സ് എന്ന് വെച്ചാൽ തിക്കായിട്ടുള്ള ഭാഗം, മെഡുല്ല ഒരു ചെറിയ പോർഷനുമാണ് വരുന്നത്. അപ്പൊ കോർട്ടെക്സിനെ 3 ഭാഗങ്ങളായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. ഗ്ലോമർലെസ, ഫെസിക്കുലേറ്റ, സോണ റെറ്റിക്കുലാരിസ്. കേട്ടോ, ഗ്ലോമർലെസ എന്ന് പറയുന്നത് ഔട്ടർ ലെയർ ആണ് ആൾഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗ്ലോമർലെസ ഫോർ ആൾഡോസ്റ്റിറോൺ. ഫസിക്കുലാറ്റ എന്ന് പറയുമ്പോൾ മിഡിൽ ലെയർ ആണ്, അത് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്ലൂക്കോ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, അതായത് കോർട്ടിസോൾ, കോർട്ടിസോൺ എന്നുള്ള ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നതാണ് ഫെസിക്കുലേറ്റ. ഇനി ഏറ്റവും ഇന്നർ മോസ്റ്റ് വരുന്ന റെറ്റിക്കുലാസ് ഡൈഹൈഡ്രോ എഫി ആൻഡോസ്റ്റിറോൺ അല്ലെ. ഫീറ്റൽ ലൈഫിൽ ഈസ്ട്രജൻ ഡെറിവേറ്റീവ്സ് സെക്രീറ്റ് ചെയ്യുന്ന പാർട്ടാണ് സോണ റെറ്റിക്കുലാരിസ്. ഓക്കെ, ഇനി ഏറ്റവും ഇന്നർ മോസ്റ്റ് അഡ്രിനൽ മെഡുല കാറ്റകൊളാമിൻസ് ആയ എഫിനെഫ്രിൻ, നോൺ എഫിനെഫ്രിൻ സെക്രീറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഇതെന്ന് പറയുന്ന അഡ്രിനൽ മെഡുല. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Tarsals of the ankles are example of which type of bone? Option 1 long bone, option 2 short bone, option 3 sesamoid bone, option 4 pneumatic bone. അപ്പൊ അറിയാം ടാർസൽസ് ഓഫ് ആംഗിൾ വരുന്നത് ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ബോൺസ് ആണെന്ന് അറിയാം. അപ്പം ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പൊ നമുക്ക് ടാർസലിന്റെ അനാട്ടമി എടുത്തു കഴിഞ്ഞാൽ 14 ടാർസൽ ബോൺ ഉണ്ട്. ടൈഗർ ക്യൂബ്സ് നീഡ് മിൽക്ക് എന്ന് പറഞ്ഞ ഒരു കോഡ് ഇട്ട് നമുക്ക് പഠിക്കാം. കാൽക്കേനിയസ്, ടാൽക്കസ്, നേവിക്കുലാർ, മീഡിയൽ ക്യൂണിഫോം, ഇന്റർമീഡിയറ്റ് ക്യൂണിഫോം, ലാറ്ററൽ ക്യൂണിഫോം ആൻഡ് കുബോയിഡ് ക്യൂണിഫോം. അങ്ങനെ 7 അല്ലെ, 7 മൊത്തം 14 എന്തുണ്ട്? ആംഗിൾ ബോൺസുകൾ ഉണ്ട്. അതെല്ലാം തന്നെ ഷോർട്ട് ബോൺ ആണ് കേട്ടോ, അതെല്ലാം ഷോർട്ട് ബോൺസ് ആണ്. ഓക്കെ, അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ബോണിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നു. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഓപ്ഷനിൽ എന്താണ് ന്യൂമാറ്റിക് ബോൺ, എന്താണ് സെസമോയിഡ് ബോൺ, അത് അറിഞ്ഞിരിക്കണം. അപ്പൊ എയർ സ്പേസ് ക്യാവിറ്റി ഉള്ള ബോണുകൾ അല്ലെ, സൈനസ് ക്യാവിറ്റി ഉള്ള വരുന്ന ബോണുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂമാറ്റിക് ബോൺസ്. എക്സാമ്പിൾ മാക്സില, എത്തമോയിഡ്, മാസ്റ്റോയിഡ് അല്ലെ. ഇനി അതുപോലെ തന്നെ സെസമോയിഡ് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോൺ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരു ടെൻഡനിലോ മസിലുമായി എംബെഡഡ് കിടക്കുന്ന ബോണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെസമോയിഡ് ബോൺ. ഇനി ലോങ് ബോൺ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല, ലോങ് ബോൺ ഓഫ് ഫീമർ, ടിബി അല്ലെ. അപ്പം ലോങ് ആയിട്ട് വരുന്ന ബോൺസുകളാണ്, നീളം കൂടിയ ബോൺസുകളെയാണ് ലോങ് ബോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ സിനോണിമം ഓഫ് ക്ലോട്ടിൻ ഫാക്ടർ 2? ക്ലോട്ടിൻ ഫാക്ടർ 2വിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. കാൽസ്യം ഫൈബ്രിനോജൻ, ക്രിസ്മസ് ഫാക്ടർ, പ്രോത്രോംബിൻ ഫാക്ടർ അല്ലെ. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പം കറക്റ്റ് ആൻസർ വരുന്ന പ്രോത്രോംബിൻ ആണ്. അപ്പം നമുക്ക് ഏകദേശം 13ഓളം ക്ലോട്ടിംഗ് ഫാക്ടറുകൾ ഉണ്ട്. അപ്പം ഇതില് 6ാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടർ ഏതാണെന്ന് അറിയത്തില്ല അല്ലെ. 6ാമത്തെ ക്ലോട്ടിംഗ് ഫാക്ടർ ഏതാണെന്ന് അറിയില്ല. അതിന് നമ്മൾ ഫ്രഷേഴ്സ് പാർട്ടി ടുനൈറ്റ് കം ലെറ്റ്സ് ആൻഡ് സിംഗ് എന്ന് പറഞ്ഞൊരു കോഡുണ്ട്, അതിട്ട് അങ്ങ് ഓർത്ത് പഠിച്ചാൽ മതി. കാരണം പിന്നെ ആന്റി ഹീമോഫിലിക്, ക്രിസ്മസ്, സ്റ്റുവർട്ട്, പ്ലാസ്മ, ഹാഗ്മാൻ വാൻസ്, ഫെബ്രിൻ എന്നുള്ള ലാസ്റ്റ് വരുന്നതാണ്. അപ്പൊ ഫ്രഷേഴ്സ് പാർട്ടി ടുനൈറ്റ് കം ലെറ്റ്സ് ആൻഡ് സിംഗ് എന്ന് പറഞ്ഞൊരു കോഡ് ഓർത്ത് തന്നെ നമുക്ക് ആദ്യം ഉള്ള 6 അങ്ങ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലെ. ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ, ടിഷ്യൂ ഫാക്ടർ, കാൽസ്യം ഫാക്ടർ, ലൈബിൾ ഫാക്ടർ ആൻഡ് സ്റ്റേബിൾ ഫാക്ടർ. അപ്പൊ ഫസ്റ്റ് ഫ്രഷേഴ്സ് പാർട്ടി ഫൈബ്രിനോജൻ, P4 പ്രോത്രോംബിൻ, T4 ടിഷ്യൂ ഫാക്ടർ, C4 കം കാൽസ്യം,
ലയബിൾ ഫാക്ടർ, ലെറ്റ്സ് സിങ്, സ്റ്റേബിൾ ഫാക്ടർ. പിന്നെ അങ്ങോട്ട് ആന്റി ഹീമോഫിലിക്, ക്രിസ്മസ് ഫാക്ടർ, സ്റ്റുവർട്ട് ഫാക്ടർ, പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിക്, ഹാഗ്മാൻ ഫാക്ടർ, ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. അതൊക്കെ നമുക്ക് പിന്നെ ഹീമോഫീലിയ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ഓർമ്മിച്ച് വെക്കാവുന്നേ. അപ്പൊ ഈ 1 to 6 അല്ലെങ്കിൽ 7 വരെ ഉള്ളത് നിങ്ങൾ ആ ജസ്റ്റ് ഫ്രഷേഴ്സ് പാർട്ടി ടുനൈറ്റ് കം ലെറ്റ്സ് ആൻഡ് സിംഗ് എന്നുള്ള കോഡ് വെച്ച് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അത് 1 മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിൽ ആദ്യം ഉള്ളതൊക്കെ ചോദിക്കാനാണ് കൂടുതൽ സാധ്യത വരുന്നത്. ഓക്കെ, അപ്പം ഫാക്ടർ 2 ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ 4 പ്രോത്തോംബിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. How many cervical nerves are there in the spinal cord? Spinal cord എത്ര cervical nerves ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 8, 5, 9, 12 അല്ലെ. എല്ലാവർക്കും അറിയാം സി 8 ആണ് കറക്റ്റ് ആൻസർ. അതായത് 7 വെർട്ടിബ്രയും 8 സ്പൈനൽ നെർവും വരുന്നതാണ് എന്തെന്ന് പറയുന്ന സെർവിക്കൽ പാർട്ട് അല്ലെ. സെർവിക്കൽ പാർട്ടിൽ 7 വെർട്ടിബ്ര ഉണ്ടെങ്കിൽ അവിടെ 8 എന്തുണ്ട്, സ്പൈനൽ നെർവ് ഉണ്ട്. അതുപോലെ തന്നെ 12 തൊറാസിക് വെർട്ടിബ്ര ഉണ്ടെങ്കിൽ സെയിം തന്നെ 12 തന്നെ എന്തുണ്ട്, തൊറാസിക് സ്പൈനൽ നെർവ്സ് ഉണ്ട്. അത് തന്നെ. അതുപോലെ തന്നെ L1 to L5 വെർട്ടിബ്രയാണ് വരുന്നത്. അതിൽ തന്നെ എന്തുണ്ട്, L5 തന്നെ അത്രയും നമ്പർ സ്പൈനൽ നെർവ്സും വരുന്നുണ്ട്. സേക്രം 1 വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം 31 pairs ഓഫ് സ്പൈനൽ നെർവ് മൊത്തം ഇതിൽ വരും. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻസ് പോകുന്ന C8, T12, L5, S5 പ്ലസ് കോക്സിജിയൽ നെർവ്സ്. ഓക്കെ, അപ്പം അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ എൽ വെച്ച് കോണസ് മെഡുലാരിസിൽ എൻഡ് ചെയ്യുന്നതും പിന്നെ കോഡ ഇക്വനെ ആയിട്ട് ബ്രാഞ്ചിങ് ചെയ്യുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ സ്പൈനൽ അനാട്ടമിയിൽ സ്ഥിരമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് എക്സ്പാൻഡഡ് എൻഡ് ഓഫ് എ ലോങ് ബോൺസ് ആർ കോൾഡ്. എക്സ്പാൻഡഡ് എൻഡ് അല്ലെ, എക്സ്പാൻഡഡ് എൻഡ് ഓഫ് ലോങ് ബോൺ ഈസ് കോൾഡ് ട്യൂബർക്കിൾ, എപ്പിഫൈസിസ്, എപ്പികോണ്ടൈൽ, ഡയഫൈസിസ് അല്ലെ. അപ്പം അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ, എപ്പിഫൈസിസ് ആണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നോക്കാം എന്താണ് ട്യൂബർക്കിൾ, എന്താണ് എപ്പിഫൈസിസ്, എന്താണ് എപ്പികോണ്ടൈൽ, എന്താണ് ഡൈഫൈസിസ് എന്നുള്ള. അപ്പൊ അതെല്ലാം ക്ലിയർ ആയിട്ട് നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ട്യൂബർക്കിൾ എന്ന് പറഞ്ഞാൽ ബോണിൽ വരുന്ന നോബ് ലൈക്ക് പ്രോസസ് ആണ് അല്ലെ. മെയിൻലി ഹ്യൂമറസ് ബോണിലൊക്കെ വരുന്ന ഗ്രേറ്റർ ട്യൂബർ. അപ്പൊ നോബ് ലൈക്ക് പ്രോസസ് ഫോം ചെയ്യുന്നതിനെ നമ്മൾ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നു. എപ്പിഫൈസിസ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ റൗണ്ട് എൻഡ് ഓഫ് ദ ലോങ് ബോൺ ആണ് എന്തെന്ന് പറയുന്നത്, എപ്പിഫൈസിസ്. സെയിം തന്നെയാണ് എപ്പികോണ്ടൈൽ. അപ്പൊ എപ്പികോണ്ടൈൽ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് കോണ്ടൈൽ എന്ന് അറിയണം. കോണ്ടൈൽ എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രോസസ് ആണ്. കോൺകേവോ കോൺവെക്സ് ഷേപ്പിലോ എക്സ്പാൻഡ് റൗണ്ട് സർഫസ് ഓഫ് പ്രോക്സിമൽ എൻഡ് ഓഫ് ദ ബോണിൽ വരുന്നതാണ് അല്ലെ. ഒരു നാരോയിഡ് നെക്ക് പോർഷൻ വരുന്നതാണ് കോണ്ടൈൽ എന്ന് പറയുന്നത്. അതിന് എബോ ആയിട്ട് അതേ ഷേപ്പിൽ തന്നെ ഫോം ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രോമിനൻസ് ആണ് എപ്പികോണ്ടൈൽ എന്ന് പറയുന്നത്. ഇനി ഡയഫൈസിസ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് ആണ്. ഷാഫ്റ്റ് ഓഫ് ദ ബോണിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കുന്നത്, ഡയഫൈസിസ് അല്ലെ. അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ വരുന്ന കോമ്പാക്ട് ബോണിൽ അല്ലെ, സിലിണ്ടറിക്കൽ ഷേപ്പിൽ വരുന്ന പാർട്ടാണ് ഡയഫൈസിസ്. അതിനകത്താണ് മെഡിലറി ക്യാവിറ്റി വരുന്നത്. ആ മെഡിലറി ക്യാവിറ്റിയിലാണ് മാരോസ് ഒക്കെ ഫിൽ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിന് അല്ലാതെ കുറെ ലാൻഡ് മാർക്കും ഗ്രോസ് അനാട്ടമികളൊക്കെ ഉണ്ട്. അതെല്ലാം ക്വസ്റ്റ്യൻ വരുന്നതാണ്. എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോർട്ടിസസ് ഫിമോറിസ് മസിൽ ഹെൽപ്പ് ഇൻ ഫ്ലെക്ഷൻ ഓഫ് തൈ? തൈയുടെ ഫ്ലെക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന കോട്രിപ്സിസ് അല്ലെ, ഫിമോറിസ് മസിലിന് അല്ലെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോർട്ടിസസ് ഫിമോറിസ് മസിൽ ഹെൽപ്പ് ഇൻ ദ ഫ്ലെക്ഷൻ ഓഫ് തൈ? അപ്പൊ തൈയുടെ ഫ്ലെക്ഷന് സഹായിക്കുന്ന കോർട്ടിസസ് ഫിമോറിസ് മസിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. വാസ്റ്റസ് മീഡിയാലിസ്, വാസ്റ്റസ് ഇന്റർമീഡിയസ്, വാസ്റ്റസ് ലാറ്ററാലിസ്, റെക്ടസ് ഫിമോറിസ് അല്ലെ. അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, റെക്ടസ് ഫിമോറിസ് ആണ് കറക്റ്റ്. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ IM ഇഞ്ചക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആ മസിൽ പാർട്ടാണ് അല്ലെ. അപ്പൊ അത് റേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഇതിൽ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഹിപ്പ് ജോയിന്റിന്റെ മൂവ്മെന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹിപ്പ് ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ അല്ലെ. ഹിപ്പിന് വരുന്ന ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ അത്രയും മൂവ്മെന്റ് ആണ് ഹിപ്പിൽ വരുന്നത്. അപ്പൊ ഫ്ലെക്ഷൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന, ഹിപ്പ് ഫ്ലെക്ഷൻ ചെയ്യുന്നത് ഇലിയോസോസസ് മസിലും റെക്ടസ് ഫിമോറിസും ആണ്. IR അല്ലെ, IR ആണ് ഫ്ലെക്സ് ചെയ്യുന്നത് കേട്ടോ. എക്സ്റ്റൻഷൻ ചെയ്യുന്നത് ഗ്ലൂട്ടിയൽ മാക്സിമസും ഹാംസ്ട്രിങ് മസിൽസ് കേട്ടോ. HG ആണ് നമ്മളെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. HG ഫോർ എക്സ്റ്റൻഷൻ.
ഇനി അബ്ഡക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന, അതായത് ബോഡിയോട് അടുക്കുന്ന ജോയിന്റ് അല്ലെ, അബ്ഡക്ഷൻ ജോയിന്റ് ഗ്ലൂട്ടിയസ് മിഡിമസും മാക്സിമസും ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അബ്ഡക്ഷൻ എവേ ആണ്, ജോയിന്റിൽ എവേ പോകുന്നതാണ്, അത് ഗ്ലൂട്ടിയസ് മീഡിയസും മിനിമസും. ഓക്കെ, അഡക്ഷൻ ആഡ് ചെയ്യുന്നു, ബോഡിയോട് അടുക്കുന്ന അല്ലെ, ഗ്രേസിയാലിസ് പ്ലസ് അബ്ഡക്ടർ മസിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഗ്രേസിയാലിസ് പ്ലസ് അഡക്ടർ മസിൽ കേട്ടോ, ഗ്രേറ്റിയാലിസ് പ്ലസ് അഡക്ടർ മസിൽ ആണ് എന്ത് ചെയ്യുന്നത്, അഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ കാർഡിനൽ അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഹിപ്പ് ജോയിന്റ് അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അബ്ഡക്ടർ, അഡക്ഷൻ, അങ്ങനെ 4 മൂവ്മെന്റ് ആണ് അതിനകത്ത് വരുന്നത്. ഫ്ലെക്ഷൻ ചെയ്യുന്നത് IR, ഇലിയോസ് ഫോസസ് ആൻഡ് റെക്ടസ് ഫീമോറിസ്, എക്സ്റ്റൻഷൻ ബൈ ഹാംസ്ട്രിങ് ആൻഡ് ഗ്ലൂട്ടിയസ് മാക്സിമസ്, അബ്ഡക്ടർ ബൈ ഗ്ലൂട്ടിയസ് മീഡിയസ് ആൻഡ് അഡക്ഷൻ ബൈ ഗ്രേസാലിസ് ആൻഡ് 3 അഡക്ടർ മസിൽസ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിൻ ആർത്രോസിസ് ജോയിന്റ്? സിൻ ആർത്രോസിസ് ജോയിന്റിന് എക്സാമ്പിൾ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹിപ്പ് ജോയിന്റ്, എൽബോ ജോയിന്റ്, വ്രിസ്റ്റ് ജോയിന്റ്, ഫൈബ്രസ് ജോയിന്റ് ഓഫ് ദ സ്കൾ സ്യൂച്ചർ അല്ലെ, ഓൾറെഡി നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. നമ്മൾക്ക് ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ജോയിന്റ്സിനെ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു 3 ആണ്. ഇമ്മബിൾ, ഒട്ടും മൂവബിൾ അല്ലാത്ത ജോയിന്റിനെ നമ്മൾ സിൻ ആർത്രോസിസ് ജോയിന്റ് അല്ലെങ്കിൽ ഫൈബ്രസ് ജോയിന്റ് എന്ന് വിളിക്കും അല്ലെ. ഇനി സ്ലൈറ്റ്ലി മൂവബിൾ, ചെറിയ രീതിയിൽ മൂവ്മെന്റ് അലൗ ചെയ്യുന്നത് എന്താണ്, ആംബി ആർത്രോസിസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് പറയും. ഇനി ഫ്രീലി മൂവ്മെന്റ് ആയിട്ടുള്ള ജോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും, ഡയാർത്രോസിസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സൈനോവിയൽ ജോയിന്റ് എന്ന് പറയും. ഓക്കെ, സിൻ ആർത്രോസിസ് ഇമ്മബിൾ ജോയിന്റ് എന്ന് പറയുമ്പോൾ എവിടാണ്, ക്രേനിയൽ ബോൺസിനും ഫേഷ്യസ് ബോൺസിന്റെ ഒക്കെ ബിറ്റ്വീൻ ഇടയിൽ വരുന്ന ജോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, സിൻ ആർത്രോസിസ്. അതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്ന ഫൈബ്രസ് ജോയിന്റ് ഓഫ് ദ സ്കൾ സ്യൂച്ചർ അല്ലെ. അപ്പൊ ക്രേനിയൽ ബോൺസിലെല്ലാം ഇമ്മബിൾ ആയിട്ടുള്ള സിൻ ആർത്രോസിസ് ജോയിന്റ് ആണ് വരുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾ ബോഡി ടെമ്പറേച്ചർ? ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിന്റെ പാർട്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. എല്ലാവർക്കും അറിയാം, ടെമ്പറേച്ചർ കൺട്രോൾഡ് ബൈ ഹൈപ്പോതലാമസ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം അറിയാം പോൺസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അല്ലെ, മെയിൻലി കൺട്രോൾ ബ്രീത്തിങ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ബ്രെയിൻ, ബാലൻസ്, അതെല്ലാം പോൺസ് റിലേറ്റ് ചെയ്ത്. ഹൈപ്പോതലാമസ് ഒരുപാട് ഇത് വരുന്നുണ്ട് അല്ലെ, ബോഡി ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ടേസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹൈപ്പോതലാമസ് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അമൈ ഗൈഡ്ല അല്ലെ, അമൈ ഗൈഡ്ല എന്ന് പറയുന്നത് എന്താണ്, ഇമോഷൻസ് വരുന്ന പാർട്ടാണ് അല്ലെ. മെയിൻലി ടെമ്പറൽ ലോബിലെ ലിംബിക് സിസ്റ്റത്തിൽ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന പാർട്ടാണ് അമൈഗഡ്ല. ഹിപ്പോക്രാൻഡസ് അറിയാം, ഹിപ്പോക്രാൻഡസ് ഈസ് ദ മെമ്മറി അല്ലെ, ലേണിംഗ് ആൻഡ് മെമ്മറി, നമ്മൾ പഠിക്കുന്നതും മെമ്മറി സേവിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ഏതാണ്, ഹിപ്പോക്രാൻഡസ് ഏരിയ. ഓക്കെ, അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത നെക്സ്റ്റ് നോക്കാം. The elbow is an example of dash joint. Elbow is pivot joint, hinge joint, condyloid joint, planar joint. ഏതാണ്, എൽബോ ഈസ് എ എന്ത് ടൈപ്പ് ഓഫ് ജോയിന്റ്, ബീജാഗിരി പോലെ തിരിയുന്ന ഒരു ജോയിന്റ് ആണ് എന്തെന്ന് പറയുന്ന എൽബോ ജോയിന്റ്. അപ്പം അത് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീലി മൂവബിൾ ജോയിന്റ് അല്ലെങ്കിൽ ഡൈ ആർത്രോസിസിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്ന ഹിഞ്ച് ജോയിന്റ് അല്ലെ. അപ്പൊ അതിൽ കൊടുത്തിട്ടുണ്ട് മൂവ്മെന്റ് ഓഫ് വൺ പ്ലെയിനിൽ മാത്രം മൂവ് ചെയ്യുന്നതിനെ നമുക്ക് എന്താ പറയുക, ഹിഞ്ച് ജോയിന്റ് അല്ലെ. എല്ലാ പ്ലെയിനിലും 360 ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് അല്ലെ. ഇനി വൺ പ്ലെയിന് വിത്ത് ലാറ്ററൽ മൂവ്മെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ കോണ്ടൈലോയിഡ് ജോയിന്റ് എന്ന് പറയും. ജസ്റ്റ് ഒരു റൊട്ടേറ്റീവ് മൂവ്മെന്റ് ആണെങ്കിൽ അതിനെ പിവറ്റ് ജോയിന്റ് എന്ന് പറയും. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് വൺ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാണെങ്കിൽ നമ്മൾ അതിനെ ഗ്ലൈഡിങ് ജോയിന്റ് എന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ മൂവ്മെന്റ് ഇൻ ഒരു സെവറൽ പ്ലെയിനിൽ മൂവ്മെന്റ് ചെയ്യുന്നതിനെ നമുക്ക് സാഡിൽ ജോയിന്റ് എന്ന് പറയാം അല്ലെ. തമ്പിന്റെ സാഡിൽ ജോയിന്റ് എന്ന് പറയാറുണ്ട്, ഗ്ലൈഡിങ് ഓഫ് കാർപ്പൽ ജോയിന്റ് എന്ന് പറയാറുണ്ട് അല്ലെ, പിവറ്റ് അറ്റ്ലസ് ആക്സിസ് ജോയിന്റ് എന്ന് വിളിക്കാറുണ്ട്, കോണ്ടൈലോയിഡ് ജോയിന്റ് ഓഫ് റിസ്റ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്ന ക്യൂമറസ് അൾനയിലൊക്കെ വരുന്ന, അതുപോലെ തന്നെ ഫീമറസ് ടിബിയ എൽബോ ഇതിലൊക്കെ വരുന്ന ജോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഇറ്റ് ഈസ് ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ അപ്രോപ്രിയേറ്റ് മാക്സിമം എയർ വോളിയം ഇൻ ദ ലങ് ഫോർ എ നോർമൽ ഹെൽത്തി അഡൽട്ട്? ഒരു നോർമൽ ഹെൽത്തി അഡൽട്ടിന് മാക്സിമം എത്ര വോളിയം ഓഫ് എയർ ഇൻഹേൽ ചെയ്ത് എടുക്കാം? അപ്പൊ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്റ്റീവായിട്ട് എടുക്കുവാണല്ലേ എയർ. അപ്പം അവിടെ പാസീവ് അല്ല ഉദ്ദേശിക്കുന്നത്, ആക്റ്റീവായിട്ട് എത്ര എയർ വലിച്ചു കയറ്റാന്നാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ തന്നെ
മൊത്തം വലിച്ചു കയറ്റുന്ന എക്സ്പിറേഷൻ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള തുകയാണ് വരുന്നത്. അപ്പം അത് 6000 ml ആണ് അവിടെ കറക്റ്റ് ആൻസർ അല്ലെ. 6 ലിറ്റർ ഓഫ് എയർ എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് ലങ് വോളിയംസിനെ ലങ് കപ്പാസിറ്റിയും രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പൊ വോളിയം എന്ന് പറയുമ്പം നമ്മൾ നോർമൽ പാസീവായിട്ട് ഒരു ജോലിയും ചെയ്യാതെ നമ്മൾ ചുമ്മാ റെസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ എടുക്കുന്ന ശ്വാസവും പുറത്തു വിടുന്ന ശ്വാസവും കൂടെ കണക്ക് കൂട്ടിയാൽ അത് എത്ര വരും? ടൈഡൽ, ഒരു തിരമാല പോലെ അല്ലേ. നമ്മൾ ടൈഡൽ എന്ന് പറഞ്ഞാൽ തിരമാല. ഒന്ന് ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തു വിടുന്നു. അത് എന്തെന്ന് പറയും? ടൈഡൽ വോളിയം 500 ml. ഇനി നമ്മൾ ശക്തമായിട്ട് ഇൻസ്പയർ ചെയ്ത് എടുക്കുന്നു, അതിനെ എന്താ പറയും? ഇൻസ്പിറേറ്റീവ് റിസർവ് വോളിയം എന്ന് പറയും. അത് 3100 ml വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രീത്ത് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു അഡൽട്ട് മെയിൽ പേഴ്സൺ, ഫീമെയിൽ ആണെങ്കിൽ 2000 അടുപ്പിച്ച്. ഓക്കെ. ഇനി അത്രയും എയർ തന്നെ നമ്മൾക്ക് ഫോഴ്സ് ആയിട്ട് പുറത്ത് കളയുന്നത് ഇപ്പൊ 3100 എയറിൽ നമ്മൾ വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലൊരു 1200 ml എയർ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പുറത്തോട്ട് പോകത്തുള്ളൂ. ബാക്കി ലങ്സിൻ്റെ തട്ടി നിൽക്കും. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം. എമൗണ്ട് ഓഫ് എയർ ക്യാൻ ബി ഫോഴ്സ്ഫുള്ളി എക്സെൽഡ് ആഫ്റ്റർ നോർമൽ ടൈഡൽ. റെസിഡിയൽ വോളിയം എപ്പോഴും അവിടെ റെസിഡന്റ്, പെർമനന്റ് റെസിഡന്റ് ആയിട്ട് അവിടെ കാണുന്ന എയർ ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? റെസിഡിയൽ വോളിയം. അതെന്ന് പറയുന്നത് എത്രയാണ്? 1200 ml. ഓക്കെ. ഇനി ഇതിന്റെ എല്ലാം കൂടെ ആകത്തുകയാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലെ. ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റെസ്പിറേറ്ററി, എക്സ്പിറേറ്ററി റെസ്പിറേറ്ററി വോളിയം, റെസിഡന്റ് വോളിയം. ഈ എടുക്കുന്ന എയറിന്റെ എല്ലാം കൂടെ ആകത്തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. മാക്സിമം എയർ വോളിയം ഓഫ് ദ ലങ് ഓഫ് നോർമൽ ഹെൽത്തി അഡൽട്ട് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 6000 ml. ഓക്കെ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോ ഓർഗാനിസം കോസ് ഗൊണേറിയ അല്ലെ. ഗൊണേറിയ ഉണ്ടാക്കുന്നത് നൈസീരിയ ഗൊണേറിയ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഒപ്താൽമിക് നിയോനേട്രം എന്ന് പറയുന്ന റിസ്ക് വരുന്ന ഒരു ഒരു കണ്ടീഷൻ ആണ് നൈസീരിയ ഗൊണേറിയ വരുന്നത്. അപ്പൊ ഗോണോകോക്കസ് ഫാമിലിയിൽ പെടുന്നതാണ് നൈസീരിയ ഗൊണേറിയ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് അല്ലെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. കിഡ്നി ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. ഡിപ്ലോകോക്കയാണ് അല്ലെ. മെയിൻലി മെയിൽസിൽ യൂറിത്രൈറ്റിസ് എപ്പിഡമൈറ്റിസ് ഉണ്ടാക്കുകയും ഫീമെയിലിൽ സാൽഫിൻജൈറ്റിസ് പെൽപ്പ് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ യങ് പീപ്പിളിൽ ആണ് ഇതിലും കൂടുതൽ റിസ്ക് ആയിട്ട് വരുന്ന. ഇൻ പ്രഗ്നൻസിയിൽ ഒപ്താൽമിക് നിയോനേറ്റം ബേബിക്ക് വരുന്നുണ്ട്. അവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന എറിത്രോമൈസിനും ടെട്രാസൈക്ലിനുമാണ്. അങ്ങനെ ഏകദേശം ഒരു 9 പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ആൻസർ ചെയ്തു പോകാം. ഓക്കെ. അപ്പൊ അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് IgM? തന്നിരിക്കുന്നതിൽ IgM-ന് ഏതാണ്? ഇറ്റ് ഫോംസ് ദ ഇനിഷ്യൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസ് വെർട്ടിബ്രേ. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ആന്റിബോഡി. ഇറ്റ് ഈസ് നോട്ട് ആൻ ഐസോടോപ്പ് ആന്റിബോഡി അല്ലെ. അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഇസ് എ പ്രൈമറി ഇമ്മ്യൂൺ അല്ലെങ്കിൽ ഇനിഷ്യൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് ഏതാണ്? IgM. അപ്പൊ നമ്മളെ നോട്ട്സിൽ തന്നെ ആദ്യത്തെ സെന്റൻസ് അതാണ്, പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ്. അപ്പം ഇറ്റ് ഫോർ ദ റീസെന്റ് ഇൻഫെക്ഷൻ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മെച്ചറിങ് ഇമ്മ്യൂൺ സിസ്റ്റം ബൈ ഇൻഫന്റിൽ മെച്ചർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡ്യൂറിങ് ഇൻഫെക്ഷൻ വരുമ്പോൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നതും IgM ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ദ ബ്ലഡ് ആണ്. IgG സെക്കൻഡറി റെസ്പോൺസ് ആണ് അല്ലെ. ഇറ്റ് ഡിനോട്ട് പാസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെ. ക്രോണിക് ഇൻഫെക്ഷനെ ഒക്കെ ഡിനോട്ട് ചെയ്യുന്നതാണ് IgG എന്ന് പറയുന്നത്. ഇത് പ്ലാസന്റ ക്രോസ് ചെയ്ത് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ആണ്. അപ്പം ലോങ് ടൈം ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നത് റിക്കവറി ഫ്രം വാക്സിൻസ് ആണ്. ബ്ലഡിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലൊക്കെ ഫൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇമ്മ്യൂണോഗ്ലോബിലിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രൈമറി സെക്കൻഡറി അറിഞ്ഞിരിക്കണം. പ്രൈമറി ബൈ IgM-ഉം സെക്കൻഡറി ബൈ IgG ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ഓർ കോൾഡ് ക്ലസ്റ്റേഴ്സ്, പൈറോക്കിസ്, കോക്സെ ആൻഡ് ബാസിലെ അല്ലെ. റോഡ് ഷേപ്പ് ബാക്ടീരിയ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ബാസിലെ ആണ് അല്ലെ. അപ്പം റൗണ്ട് ഷേപ്ഡ് കോക്കെ, റോഡ് ഷേപ്പ് ബാസില, സ്പൈറൽ ഷേപ്ഡ് സ്പൈറോകേറ്റ്സ് അല്ലെ. ചെയിൻ രീതിയിൽ സ്ട്രെപ്റ്റോകോക്കെ, ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന സ്റ്റെഫൈലോകോക്കെ എല്ലാം പഠിപ്പിച്ചതാണ്, നോട്ട്സിലുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോസറ്റി ഏജന്റ് ഓഫ് ലൈം ഡിസീസ്, ആൽഫ വൈറസ്, റിക്കറ്റ്സിയ പൗസെക്കി, ട്രിപ്പണീമിയ ബ്രൂസെ ഗ്രാമീനേസിയ, ബോറിയല്ല ബോർഡോഫി ഏതാണ്? അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബോഡിയല്ല ബാർഗോഡ്രഫി. ഓക്കെ. അപ്പൊ ആൽഫ വൈറസ് അറിഞ്ഞിരിക്കണം. ചിക്കൻ ഗുനിയ പരത്തുന്ന വൈറസ് ആണ് ആൽഫ വൈറസ്. റിക്കറ്റ്സിയ പ്രോസെക്കി എപ്പിഡമിക് ടൈഫസ്, എപ്പിഡമിക് ടൈഫസ് ഡിസീസ് ഉണ്ടാക്കുന്നതാണ് റിക്കറ്റ്സിയ പ്രോവോസെക്കി.
ട്രിപ്പണസോമ ബ്രൂസെ ഗാമിയൻസിയ ആണ് എന്ത് വരുന്നത്, സ്ലീപ്പിംഗ് സിക്നസ് കേട്ടോ, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം. ഓക്കെ, കോസറ്റി ഏജന്റ് ആണ്. ബോറിയല്ല ബർഗ്രോഫി എന്താണ്, ലൈം ഡിസീസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇൻ ആൻ ആട്ടോക്ലേവ് ടു അച്ചീവ് സ്റ്റെറിലിറ്റി? 27 degrees Celsius for 20 minutes, 121 degrees Celsius for 30 minutes, 60 degrees Celsius for 30 minutes, 34 degrees Celsius for 30 minutes. അല്ലെ, സിമ്പിൾ ആയിട്ട് അറിയാം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് നോക്കാം. പഠിപ്പിച്ചാണ് ആട്ടോക്ലേവ് അല്ലെ, ഓവർ ടെമ്പറേച്ചറിൽ വരുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് ആട്ടോക്ലേവിംഗ് യൂസ് ചെയ്യുന്നത്. അത് 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് അല്ലെ, അതായത് 15 LBS പ്രഷർ ആണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ 120 അല്ലെ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സും. ഇനി 15 LBSന്റെ ഇരട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, 15 LBS സ്ക്വയർ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 50 മിനിറ്റ്സും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പം 15 മിനിറ്റും 30 മിനിറ്റും മാറി പോകരുത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നോക്കാം. ഇനിയും പ്രഷർ കൂട്ടുവാണെങ്കിൽ, ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ, 132 ഡിഗ്രി കൂട്ടുവാണെങ്കിൽ അത് 15 മിനിറ്റ് പോലും വേണ്ട, 5 to 3 മിനിറ്റ്സ് കൊണ്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു MMR വാക്സിൻ? റിക്കറ്റ്സ്, മീസൽസ്, റുബല്ല, മംസ്. അപ്പം MMR എല്ലാവർക്കും അറിയാലേ, മംസ്, മീസൽസ്, റുബല്ല. ഇല്ലാത്തത് ഏതാണ്? റിക്കറ്റ്സ് അല്ലെ. റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുന്നതാണ്. അപ്പം അല്ലെ, അപ്പം അത് MMR ഈസ് എ മിക്സ്ചർ ഓഫ് 3 ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻസ് ആണ് അല്ലെ, മംസ്, മീസൽസ്, റുബല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻവോൾവ്സ് ദ ഇൻട്രഡക്ഷൻ ഓഫ് ആന്റിബോഡി ഇൻ ടു ദ ബോഡി ഫ്രം ആൻ അനിമൽ ഓർ പേഴ്സൺ ആൾറെഡി ഇമ്മ്യൂൺ ടു ദ ഡിസീസ്? അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് ആന്റിബോഡി ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കുവാണ് അല്ലെ, ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നാച്ചുറൽ അക്വേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആണോ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണോ, ആർട്ടിഫിഷ്യലി അക്വേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആണോ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണോ? അപ്പൊ അവിടെ ബോഡി വർക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല, ബോഡിക്ക് ഓൾറെഡി റെഡിമെയ്ഡ് രൂപത്തിൽ ആന്റിബോഡിയെ നമ്മൾ അവിടെ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആർട്ടിഫിഷ്യൽ അക്വേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി അല്ലെ. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റിയെ നാച്ചുറൽ എന്നും അതുപോലെ തന്നെ പാസീവ് എന്നും ആർട്ടിഫിഷ്യൽ എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കാം. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന അല്ലെ, നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതും, ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി ഔട്ട്സൈഡ് കൊടുക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ. ഓക്കെ, ഇനി പാസീവ് ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കിട്ടുന്നതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിൽ നാച്ചുറലി നമുക്ക് കിട്ടുന്നത് മദർ ടു പ്ലാസന്റ് അല്ലെ. അപ്പൊ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ മദർ ടു പ്ലാസന്റയിൽ കിട്ടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെ. ഇനി സെയിം തന്നെ ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ, നമ്മളെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആന്റിബോഡീസിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ത്രൂ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആന്റിസിറ ടോക്സിൻസ് വഴിയൊക്കെ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്. നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആക്ടിവിറ്റി അല്ലെ. നാച്ചുറൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുക, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അസുഖം കിട്ടുന്നതാണ് നാച്ചുറൽ ആക്റ്റീവും. ആർട്ടിഫിഷ്യൽ അക്വേർഡ്, ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ വാക്സിൻ എടുത്ത്, വാക്സിൻ എന്ന് പറയുന്ന ആന്റിജൻ ആണ്, ശരീരത്തിൽ കുത്തിവെച്ച് അതിനെതിരെ ആന്റിബോഡി നിർമ്മിച്ച് അങ്ങനെ കിട്ടുന്ന വാക്സിൻ ആണ് നമുക്ക് എന്തെന്ന് പറയുന്ന ആർട്ടിഫിഷ്യലി അക്വേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Type 1 hypersensitivity is mediated by, type 1 hypersensitivity is mediated by IgE, IgA, IgG, IgM. അപ്പൊ ടൈപ്പ് 1 ഈസ് ഏതാണ്? ഓപ്ഷൻ എ, IgE റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇമ്മ്യൂണോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനെ ആസിഡ് എന്നുള്ള കോഡ് ഇട്ട് പഠിക്കാം. ഇമ്മീഡിയറ്റ്, സൈറ്റോടോക്സിക്, ഇമ്മ്യൂണോ കോംപ്ലക്സ് ആൻഡ് ഡിലേഡ്, സെൽ മീഡിയേറ്റഡ് എന്ന് പറഞ്ഞ് എടുക്കാം. അതിൽ ടൈപ്പ് 1 എപ്പോഴും എന്താണ്? IgE റിലേറ്റഡ് ആണ്. അത് മാസ്റ്റ് സെൽ, അതുപോലെ തന്നെ ബാസോഫിൽ, ഹിസ്റ്റമിൻ, സെറട്ടോണിൻ, റാഡിക്കൈനിൻ ആൻഡ് ലിപ്പിഡ് മീറ്റിയേഴ്സ് എല്ലാം റിലീസ് ചെയ്യുന്ന അനഫലാറ്റിക് റിയാക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അല്ലെങ്കിൽ അക്യൂട്ട്, ഇമ്മീഡിയറ്റ്ലി ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റീവ്. പെട്ടെന്ന് ഉണ്ടാകുന്ന അല്ലെ എരിത്തീമിയ, ഹൈവ്സ്, വീല് അല്ലെ, അലർജിക് റിയാക്ഷൻസ്, അതൊക്കെയാണ് ലോക്കലൈസ്ഡ് ഡെർമറ്റൈറ്റിസ്, അതൊക്കെയാണ് എക്സാമ്പിൾ ഓഫ് ടൈപ്പ് 1
hypersensitivity. Okay, next question ലോട്ട് നോക്കാം. Which among the following is devised by autoclave used for sterilization? Autoclave യൂസ് ചെയ്ത് ആരെന്നാണ് വിച്ച് among the following devised the autoclave used for sterilization? അപ്പം ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എഡ്വേർഡ് ജിന്നർ, ആന്റോണി വാൻ ലൂൺഹോക്ക്, റോബർട്ട് കുച്ച്, ചാൾസ് ചേംബർലാൻഡ്. അപ്പൊ ചേംബർ, ആട്ടോക്ലേവ് ഈസ് എ ചേംബർ അല്ലെ. അപ്പം ചേംബർ ലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, ആട്ടോക്ലേവ് യൂസ് ചെയ്ത്. അപ്പൊ ആട്ടോക്ലേവ് റിലേറ്റ് ചെയ്ത് 3 പേരുടെ പേര് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് സ്റ്റീം പ്രഷർ കുക്കർ ആണ് ഫസ്റ്റ് വന്ന, അത് യൂസ് ചെയ്തത് ഡെന്നിസ് പാപ്പിൻ ആണ്. അതിനുശേഷം അതിനെ ഒന്നും കൂടെ ജേം തിയറി ഓഫ് ലൂയിസ് പാസ്റ്റർ സ്റ്റെറിലൈസേഷനും പാസ്ചറൈസേഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു ലൂയിസ് പാസ്റ്റർ. അതിനുശേഷം ചാൾസ് ചേംബർലാൻഡ് കേട്ടോ, ചാൾസ് ചേംബർലാൻഡ് ആണ് സ്റ്റീം ഡൈജസ്റ്റർ ഇൻറ്റു എ മെഡിക്കൽ ഡിവൈസ് എന്ന പേരിൽ ഫസ്റ്റ് ആട്ടോക്ലേവ് യൂസ് ചെയ്ത് തുടങ്ങിയ. ഓക്കെ, അപ്പം അതാണ് അവിടെ കറക്റ്റ് ആൻസർ, ചാൾസ് ചേംബർലാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Vidal is serological test is used to detect the presence of which of the following pathogenic microorganism? Haemophilus influenza, Mycobacterium tuberculosis, Salmonella typhi, E. coli. അല്ലെ, അപ്പം അറിയാം ടൈഫോയിഡിന് നമ്മൾ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ആണ് ഏതെന്ന് പറയുന്ന വൈഡാൾ ടെസ്റ്റ്, BDRL സിബിലിസ്, രണ്ട് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പൊ വൈഡാൾ ഡിറ്റക്ഷൻ ഓഫ് O and H ആന്റിബോഡി സിറം ഓഫ് ടൈഫോയിഡ്, ഡയഗ്നോസ് ഓഫ് ടൈഫോയിഡ് ആൻഡ് പാരാടൈഫോയിഡ് അല്ലെ ഡിസീസിന് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ടൈഫോയിഡ് ബാസിലസ് അല്ലെ സാൽമണല്ല ടൈഫിയുടെ ആ ആന്റിജനെതിരെ ആന്റിബോഡീസ് സിറത്തിൽ ഡെവലപ്പ് ആയെന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് വൈഡാൾ ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പോളി ആൻഡ്രി മീൻസ് എ ഫോം ഓഫ് മാരേജ് ദാറ്റ് ജോയിൻ വൺ മെയിൽ വിത്ത് മോർ ദാൻ വൺ ഫീമെയിൽ. വൺ മെയിൽ വിത്ത് മോർ ദാൻ വൺ ഫീമെയിലും ആയിട്ടുള്ള മാരേജ് ആണോ? എ ഫോം ഓഫ് മാരേജ് ജസ്റ്റ് ജോയിൻ വൺ ഫീമെയിൽ വിത്ത് വൺ മെയിൽ, വൺ മെയിലും വൺ ഫീമെയിലും തമ്മിലുള്ള മാരേജ് ആണോ? എ ഫോം ഓഫ് മാരേജ് ജോയിൻ വൺ ഫീമെയിൽ വിത്ത് മോർ ദാൻ വൺ മെയിൽ ആണോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗെറ്റിംഗ് മാരീഡ് ടു ദ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണോ? അപ്പൊ പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ അവിടെ പോളി ആണ്, അത് ഇനി മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ പോളി ഗമി കേട്ടോ, പോളിഗമി ആണ് ഇൻഡിവിജ്വൽ ഹാവിങ് മൾട്ടിപ്പിൾ സ്പൗസ് അറ്റ് ദ സെയിം ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പോളിഗമി. അതിനെ രണ്ട് സബ് ഡിവൈഡ് ആയിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്യും, പോളിഗൈനിയും പോളി ആൻഡ്രി. ഗൈനി എന്ന് പറഞ്ഞാൽ ഒരു മാൻ മോർ ദാൻ വൺ വുമനെ മാരി ചെയ്യുന്നതാണ് പോളിഗൈനി. പോളി ആൻഡ്രി എന്ന് പറഞ്ഞാൽ ഒരു വുമൻ മോർ ദാൻ ടു മെന്നെ മാരി ചെയ്യുന്നു. പഠിക്കാൻ എളുപ്പമുണ്ട് പോളി ആൻഡ്രി. അപ്പം കുറെ എന്തോരും ആൻഡ്രോയിഡ് എന്നൊക്കെ പറയുമ്പോൾ മെയിൽസ് ആയിട്ട് റിലേറ്റ് ചെയ്തില്ലേ, ആൻഡ്രോയിഡ്. അപ്പൊ പോളി ആൻഡ്രി മെയിൽസ്, എക്സ് കൂടുതൽ ഭർത്താക്കന്മാർ വരുന്ന, പോളിഗൈനി എന്ന് വെച്ചാൽ കൂടുതൽ ഭാര്യമാർ വരുന്നു. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ? ലേറ്റൻസി സ്റ്റേജ്, ഈഡിപ്പൽ സ്റ്റേജ്, ഡെസ്പെയർ സ്റ്റേജ്, ഓറൽ സ്റ്റേജ്. സോഷ്യലൈസേഷന്റെ സ്റ്റേജ് അല്ലാത്തത് ഏത് എന്നാണ് ഇതിൽ ക്വസ്റ്റ്യൻ അല്ലെ. അവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്, ഡെസ്പെയർ സ്റ്റേജ് കേട്ടോ. ഓപ്ഷൻ സി ഡെസ്പെയർ സ്റ്റേജ് ആണ്. അപ്പം ഇതില് സോഷ്യലൈസേഷന്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റിൽ വരുന്നത് ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ്, അതുപോലെ തന്നെ ജെനൈറ്റൽ സ്റ്റേജ്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിലൊന്നും വരാത്തതാണ് എന്തെന്ന് പറയുന്ന ഡെസ്പെയർ സ്റ്റേജ്. ഡെസ്പെയർ സ്റ്റേജ് ഇതിനകത്ത് വരുന്നില്ല, അതിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പം ഓറൽ സ്റ്റേജ് ഉണ്ട്, ബർത്ത് ടു 1 ഇയറിൽ ഓറൽ സാറ്റിസ്ഫാക്ഷൻ പ്ലഷറിൽ വരുന്നതാണ് ഓറൽ സ്റ്റേജ്. ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലഷർ ഫോർ ദ ഡെഫിക്കേഷൻ എന്നാണ് 1 to 3 ഇയേഴ്സ് വരുന്ന. ഫാലിക് എന്ന് പറയുന്ന സെക്ഷൽ പ്ലഷർ ഫോക്കസ് ഓൺ ജെനൈറ്റലിൽ വരുന്നതാണ് 3 to 6 ഇയേഴ്സ്. അല്ലെങ്കിൽ ഈഡിപ്പൽ സ്റ്റേജ് എന്നും കൂടെ ഇതിനെ വേറൊരു പേരിൽ പഠിക്കും, ഈഡിപ്പൽ സ്റ്റേജ്. ഓപ്ഷൻ 2 ഈഡിപ്പൽ സ്റ്റേജ് അല്ലെ. അതായത് എലക്ട, അതുപോലെ തന്നെ എലക്ട, അതുപോലെ തന്നെ ഈഡിപ്പസ് കോംപ്ലക്സ്, ഈ രണ്ടും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈഡിപ്പൽ സ്റ്റേജ്. അപ്പൊ ഈഡിപ്പൽ എന്ന് പറഞ്ഞാൽ ഗേൾസിന് അല്ലെ, കുട്ടിക്ക് അച്ഛനോട് ഉള്ള ഇന്റിമസിയും
എലക്ട എന്ന് പറയുമ്പോൾ ബോയ്ക്ക് അമ്മയോട് കൂടിയുള്ള ഇന്റിമസി വരുന്നതാണ് ഫാലിക് സ്റ്റേജ്. ഇനി ലാറ്റൻസി പീരീഡ് എന്ന് പറഞ്ഞ് 6 to 12 ഇയേഴ്സിൽ സെക്ഷൽ എനർജി ഡൈവേർട്ടഡ് ഇൻറ്റു സോഷ്യലി അക്സെപ്റ്റബിൾ ഇതാക്കി മാറ്റുന്നതാണ് ലേറ്റൻസി സ്റ്റേജ്. ഇനി ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ സെക്ഷൽ മെച്യൂരിറ്റി ആൻഡ് സെക്ഷൽ ഇന്റർകോസ്റ്റ് ഈസ് ദ പ്രൈം ഗോൾ വരുന്നതാണ് ജെനൈറ്റൽ സ്റ്റേജ്. അപ്പം ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് തിയറീസ് ആണ് ഇത്രയും വരുന്ന ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി പീരീഡ്, ജെനൈറ്റൽ സ്റ്റേജ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് റിലേറ്റ്. അപ്പൊ ഇതിൽ ഓഡ് വൺ ആയിട്ട് വരുന്ന ആൻസർ ഡെസ്പെയർ സ്റ്റേജ് ആണ്. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പം ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എനി സ്മോൾ ഗ്രൂപ്പ് മാർക്ക്ഡ് ബൈ കണ്ടിന്യൂസ് ഡോസ് ഇന്ററാക്ഷൻ ഓഫ് എ ഹൈലി പേഴ്സണൽ ആൻഡ് ഇമോഷണലി സപ്പോർട്ടീവ് നേച്ചർ ഈസ് കോൾഡ് ഈസ് ലാസ്റ്റ് ഗ്രൂപ്പ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, പ്രൈമറി ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ്. ഏതാണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്ന സി ആണ്, പ്രൈമറി ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ കീവേഡ് ഉണ്ട്, അത് വായിച്ച് മനസ്സിലാക്കണം. സ്മോൾ ഗ്രൂപ്പ് മാർക്ക്ഡ് ബൈ കണ്ടിന്യൂസ് ക്ലോസ് ഇന്ററാക്ഷൻ അല്ലെ, ഹൈലി പേഴ്സണൽ ആൻഡ് ഇമോഷണലി സപ്പോർട്ടീവ് നേച്ചർ. അപ്പൊ ഏറ്റവും ഇന്റിമസി ഉള്ള ഇത് വരുന്നത് ഏതാണ്? പ്രൈമറി ഗ്രൂപ്പ് അല്ലെ. അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ക്ലോസ് ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡയറക്റ്റ് പേഴ്സണൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വരുന്നത് പ്രൈമറി ഇതാണ്, ഇൻക്ലൂഡിങ് ഫാമിലി ഗ്രൂപ്പ്, സ്റ്റഡി ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്സ് അല്ലെ. ഇനി സെക്കൻഡറി ഗ്രൂപ്പ് അറിഞ്ഞിരിക്കണം. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഫോർമൽ ആയിട്ടുള്ള ഇതൊക്കെ വരത്തുള്ളൂ, അവിടെ ഇന്റിമൽ റിലേഷൻസ് ഒന്നും വരത്തില്ല. ഫോർമൽ ഇതാണ്, ഇൻഡയറക്റ്റ്, നോട്ട് ഫേസ്, ഫോർമൽ, എല്ലാം ഫേസ് ടു ഫോർമലും ആയിട്ടുള്ള ഇത് വരുന്നതാണ് എന്ന് പറയുന്നത് സെക്കൻഡറി ഗ്രൂപ്പ്. അതുപോലെ തന്നെ റെഫറൻസ് ഗ്രൂപ്പ് എന്താണ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്താണെന്ന് അറിയണം. അപ്പം ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ഇൻഫ്ലുവൻസ് ദ പബ്ലിക് അല്ലെ. അപ്പൊ കോമൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവിടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസ് അല്ലെ, റെഫറൻസ് ഗ്രൂപ്പ് ആർ ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ബിലീഫ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അപ്പം അതിനെയാണ് ബിഹേവിയർ അല്ലെങ്കിൽ ഒപ്പീനിയൻ, ബിലീവ്, ആറ്റിറ്റ്യൂഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് റെഫറൻസ് ഗ്രൂപ്പ്. ഇതൊക്കെ സോഷ്യോളജി വരുന്നതാണ്. അപ്പം ഡിഫറെന്റ് ഗ്രൂപ്പ്, പ്രൈമറി, സെക്കൻഡറി, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി, ഒരുപാട് കോംപ്ലിക്കേറ്റ് ആക്കരുത്. പ്രൈമറി നമ്മളെ ക്ലോസ് റിലേഷൻ, സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മളെ ഫോർമൽ റിലേഷൻഷിപ്പ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു കോമൺ ഇൻട്രസ്റ്റിന് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് റെഫറൻസ് പോയിന്റ് അല്ലെ, ബേസ്ഡ് ഓൺ ദെയർ ഒപ്പീനിയൻ, ബിലീഫ്, സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് കൺസിഡർഡ് ദ ഫാദർ ഓഫ് സോഷ്യോളജി? ഫാദർ ഓഫ് സോഷ്യോളജി ഓപ്ഷൻ ഏതാണ്? എമിലി ഡർക്കിം, മക്ലവർ, ആഗസ്റ്റിൻ കോംറ്റി, കിങ്ലി ഡേവിസ്. അപ്പൊ ഫാദർ ഓഫ് സോഷ്യോളജി ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, അഗസ്റ്റി കോംറ്റി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി, അഗസ്റ്റി കോംറ്റി. ഡർക്കിഹാം അറിഞ്ഞിരിക്കണം, എമിലി ഡർക്കിഹാം. അപ്പൊ സോഷ്യോളജിയെ ഫിലോസഫി, സൈക്കോളജി, എക്കണോമിക്സിൽ നിന്ന് വേർതിരിച്ചെടുത്ത വ്യക്തിയാണ്, ഡിസ്റ്റിങ്വിഷ് ചെയ്തെടുത്ത വ്യക്തിയാണ് അതെന്ന് പറയുന്നത് ഡർക്കിഹാം. ഇനി മക്ലവർ എന്ന് പറയുന്ന സോഷ്യൽ കൾച്ചർ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത വ്യക്തിയാണ് മക്ലവർ. ഓക്കെ. കിങ്ലി ഡേവിസ് അറിഞ്ഞിരിക്കണം, സോഷ്യോളജിസ്റ്റ് ഡെമോഗ്രാഫിയിൽ സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് എന്നൊരു ടൈം കോയിൻസൈഡ് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്ന കിങ്ലി ഡേവിസ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, റിലേറ്റ് ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. A bedridden patient is having intact skin at the sacral region and the symptom warmness, pain, skin at the site. What is the stages of bed sore? Stage 2, stage 1, stage 4, stage 3. അപ്പൊ ഇൻടാക്ട് സ്കിൻ വരുവാണെങ്കിൽ നമുക്ക് ഏതെന്ന് പറയാം? ഇൻടാക്ട് സ്കിൻ വരുവാണെങ്കിൽ അത് സ്റ്റേജ് 1 ആണ് അല്ലെ. സ്കിൻ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അത് സ്റ്റേജ് 2 ആണ്. ഇനി ഫുൾ തിക്നെസ് സ്കിൻ എക്സ്പോസ് ചെയ്ത് ഫാറ്റ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ നമുക്ക് വിസിബിൾ ആണെങ്കിൽ സ്റ്റേജ് 3. ഇനി സ്കിൻ ലോസ് എക്സ്പോസ്ഡ് ടു ബോൺ ആൻഡ് മസിൽസ് ആണെങ്കിൽ സ്റ്റേജ് 4. ഇനി അത് കറുത്തിരിക്കുകയാണ്, അവിടെ എസ്കാർ മൂടിയിരിക്കുകയാണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അൺസ്റ്റേജബിൾ എന്ന് വിളിക്കാം അല്ലെ. ഇനി അവിടെ ഒരു വയലറ്റ് പിങ്ക് അപ്പിയറൻസ് ആണ് ഉണ്ടെന്നെങ്കിൽ അവിടെ സസ്പെക്ടഡ് ഡീപ് ടിഷ്യൂ എഞ്ചറി ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ 6 സ്റ്റേജുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സ്റ്റേജ് 1 ഇൻടാക്ട് സ്കിൻ, സ്റ്റേജ് 2 സ്കിൻ ബ്രേക്ക് ഡൗൺ, സ്റ്റേജ് 3 ഫാറ്റ് വിസിബിൾ, സ്റ്റേജ് 4 ബോൺ വിസിബിൾ, എസ്കാർ ഫോം ചെയ്യുന്ന ഇത്, പിന്നെ പിങ്ക് കളറിൽ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ പർപ്പിളിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ വരുന്ന ഡീപ് ടിഷ്യൂ ഇഞ്ചറി. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നെക്സ്റ്റ് നോക്കാം. The main intracellular cation, ഹാലൈഡ്, സിങ്ക്, ക്ലോറൈഡ്, പൊട്ടാസ്യം.
ഏതാണെന്ന് നോക്കാം. പൊട്ടാസ്യം ആണ് അവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി പൊട്ടാസ്യം ആണ് കറക്റ്റ് ആൻസർ. അപ്പം എക്സ്ട്രാ സെല്ലുലാറിലുള്ള ഇൻട്രാ സെല്ലുലാറിലും വരുന്ന കാറ്റയോണും ആനയോണും പഠിച്ചു വെക്കണം. അപ്പൊ കാറ്റയോൺ എന്ന് പറയുമ്പോൾ ചാർജ് ഉള്ളതും ആനയോൺ ചാർജ് ഇല്ലാത്തതും. കാറ്റയോൺ എടുത്തു കഴിഞ്ഞാൽ സോഡിയം, എക്സ്ട്രാ സെല്ലുലാർ കൂടുതൽ സോഡിയം, ഇൻട്രാ സെല്ലുലാറിൽ അത് കുറവാണ്. പൊട്ടാസ്യം എക്സ്ട്രാ സെല്ലുലാർ നമ്മളെ ബ്ലഡിൽ കിട്ടുന്ന പൊട്ടാസ്യമാണ് എക്സ്ട്രാ സെല്ലുലാർ. ഇൻട്രാ സെല്ലുലാർ എന്ന് പറയുമ്പോൾ അവിടെ ഏകദേശം സോഡിയത്തിന്റെ അത്രയും വാല്യൂ തന്നെ എന്തുണ്ട് പൊട്ടാസ്യം ഉണ്ട്, 140 to 150 അല്ലെ. പിന്നെ കാൽസ്യം മഗ്നീഷ്യം അതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മേജർ എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ സോഡിയവും ഇൻട്രാ സെല്ലുലാർ എടുത്തു കഴിഞ്ഞാൽ ഏതാണ് പൊട്ടാസ്യമാണ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് സ്ട്രീം ഈസ് കോൾഡ് അനോക്സീമിയ, സൈനോസിസ്, ഹൈപ്പോക്സീമിയ, ഹൈപ്പോക്സിയ. ബ്ലഡിൽ ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് പറയും, ഈമിയ അല്ലെ. ഈമിയ എപ്പോഴും ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പം ഹൈപ്പോക്സീമിയ അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അനോക്സീമിയ ബ്ലഡിൽ ഒട്ടും ഓക്സിജൻ ഇല്ല, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ആർട്ടിഡ് ബ്ലഡ്. ഓക്കെ, സൈനോസിസ് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ് ഡ്യൂ ടു എക്സസീവ് കോൺസെൻട്രേഷൻ ഓഫ് ഡിയോക്സി ഹീമോഗ്ലോബിൻ. ഒന്നുകിൽ ഡിയോക്സി ഹീമോഗ്ലോബിന്റെ ലെവൽ കൂടുന്നു അല്ലെ, അല്ലെങ്കിൽ ഓക്സിജനകത്ത് ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കുറയുമ്പോഴാണ് സൈനോസിസ് വരുന്നത്. അത് പെരിഫറലി സ്കിൻ മ്യൂക്കസ് മെംബ്രെയിനിലാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോൾ അവിടെ ടിഷ്യൂവിൽ ഓക്സിജൻ ഡിപ്ലീഷൻ വരുന്നതാണ് ഹൈപ്പോക്സിയ. ഓക്കെ, നെക്സ്റ്റ്. In a healthy individual weighing 70 kilo, the stroke volume how much? 100 ml, 150 ml, 50 ml, 70 ml. അപ്പൊ 70 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് മാൻ ആണ്. ആ റെഫറൻസ് മാന് കാർഡിയോളജിയിൽ ടെസ്റ്റിലെല്ലാം കൊടുത്തേക്കുന്ന റെഫറൻസ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് 70 ml ആണ്. അപ്പം 7 7 7 49 490 അല്ലെ, ഏകദേശം 70 into 70 അപ്പം 4900 ml. അതാണ് അപ്രോക്സിമേറ്റ്ലി 5 ലിറ്റർ കാർഡിയക് ഔട്ട്പുട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ഒരു ബീറ്റിൽ എത്ര ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യും എന്നുള്ളതാണ് സ്ട്രോക്ക് വോളിയം 70 ml. അങ്ങനെ ഒരു മിനിറ്റിൽ എത്ര ആണെന്ന് നോക്കിയാൽ ഇതിന് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കാർഡിയക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. What is the approximate normal level of hematocrit packed cell volume in men? അപ്പം അപ്രോക്സിമേറ്റ് എത്ര വരും? ഓപ്ഷൻ സി 40 to 50% ഹെമാറ്റിക് അല്ലെങ്കിൽ പാക്ഡ് സെൽ വോളിയം ഇൻ മെന്നിൽ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പം ഇതാണ് ബ്ലഡിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന പ്ലാസ്മ പാർട്ട്, പിന്നെ ഇടയ്ക്ക് വരുന്ന വൈറ്റ് ബ്ലഡ് സെൽസ്, പിന്നെ ഹെമാറ്റോക്രൈറ്റ്സ്, റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ ഇതിന്റെ ഹെമാറ്റോക്രൈറ്റ്സ് എടുത്തതിന് ശേഷം അതിന്റെ അപ്രോക്സിമേറ്റ് പെർസെന്റേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 40 to 50 മെയിൽസിലും 37 to 47 ഫീമെയിലിലും അത് വരും. ഓക്കെ, അപ്പം ഈ അനീമിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഹീമാറ്റോക്രൈറ്റിന്റെ അളവ് കുറയും അല്ലെ, കാരണം നോർമൽ പ്ലാസ്മ വോളിയം തന്നെ ഉണ്ട്, പ്ലാസ്മ വോളിയം അവിടെ കൂടുന്നു, പക്ഷെ എന്താണ് ഹെമാറ്റോക്രൈറ്റ് കുറഞ്ഞു. ഇനി പോളിസൈത്തീമിയ ആണെങ്കിൽ പ്ലാസ്മ കുറയുന്നു, ബ്ലഡിന്റെ ലെവല് കൂടുന്നു അല്ലെ, ഹെമാറ്റോക്രൈറ്റിന്റെ ലെവല് കൂടും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ 30 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ എം സൈനിങ് ഔട്ട്. താങ്ക് യു. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.